പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, കൃപയിൽ സൂക്ഷിക്കട്ടെ. ഇന്നത്തെ മനപ്പാഠവാക്യം റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ, നാം എത്ര ഭാഗ്യമുള്ളവരാ. ഹല്ലേലൂയ. സ്തോത്രം. പറയുകയാണ്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കാൻ. കാരണം എന്താ? നാം കൃപയ്ക്കത്ര അധീനരാകയാൽ ന്യായപ്രമാണത്തിൻ്റെ അധീനതയിലുള്ളവരല്ല. അതുകൊണ്ട് തന്നെ പാപം ഇനിമേൽ നമ്മിൽ കർത്തൃത്വം നടത്തത്തും ഇല്ല. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ധൈര്യം നമ്മിൽ വാഴട്ടെ. കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. കർത്താവിൽ ജയാളികളാകട്ടെ. ആമേൻ. ഈ വാക്യം മനപ്പാഠമാക്കാൻ മറക്കല്ലേ. കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ, ആമേൻ.